എല്ലാവർക്കും നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജനുവരി വിജ്ഞാനപ്രകാരം നടന്ന ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് പരീക്ഷയുടെ ഹയർ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ലോവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എക്സിക്യൂട്ടീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ലോവർ എക്സാമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ്റെ ഹയർ പേപ്പറിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പുസ്തകം എക്സാം ഹാളിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ലോവർ എക്സാമിനെ അപേക്ഷിച്ച് ഹയർ എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ലോവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ പുസ്തകം നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമുക്ക് ആകെ കൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1ൻ്റെ പുസ്തകവും ഹയറിൻ്റെ എക്സാം ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പുസ്തകവും മാത്രമാണ്. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഇൻട്രൊഡക്ഷൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തെറ്റിയ ചോദ്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാനും കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹൂ എലക്ട്സ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ: ആൻ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അംഗങ്ങളടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കിത് PSC പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇതിൽ എലക്റ്റഡ് മെമ്പേഴ്സും നോൺ എലക്റ്റഡ് മെമ്പേഴ്സിനും ഇലക്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. എലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമായിരുന്നുവെങ്കിൽ അത് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനാണ് അംഗീകാരമുള്ളത് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും, നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും ഉൾപ്പെടെ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസ്പോൺസിബിലിറ്റീസ് ആർ എൻട്രസ്റ്റഡ് വിത്ത് അക്കൗണ്ടന്റ് ജനറൽ അക്കൗണ്ട്സ് ആൻഡ് എൻടൈറ്റിൽമെൻറ്റ്? താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അക്കൗണ്ടന്റ് ജനറലിനെ അക്കൗണ്ടന്റ് ആൻഡ് എൻടൈറ്റിൽമെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 and 4. ദാറ്റ് മീൻസ് മെയിൻ്റനൻസ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്സ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് വെയർ എവർ റിക്വയർഡ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മന്ത്ലി സിവിൽ അക്കൗണ്ട്സ് ആൻഡ് ഇയർലി അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് അക്കൗണ്ട്സ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഹൗ ദ ഗവൺമെൻറ് കോർപ്പറേഷൻ ജനറലി മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട്? ഗവൺമെൻറ് കോർപ്പറേഷൻ സാധാരണയായി എങ്ങനെയാണ് അക്കൗണ്ടുകൾ പരിപാലിക്കുന്നത്? ആൻസർ കൊമേഴ്സ്യൽ ലൈൻസ്, വാണിജ്യ ലൈനുകൾ. വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റിൻ്റെ ഭരണഘടന എന്താണ്? ആൻസർ പാർലമെൻറ്റ് ഫോർ ദ യൂണിയൻ ഷാൾ കൺസിസ്റ്റിംഗ് ഓഫ് പ്രസിഡൻറ്റ്, ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ ഹൗസ് ഓഫ് പീപ്പിൾ. യൂണിയൻ്റെ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഹൗസ് ഓഫ് ദ പീപ്പിൾ ഉണ്ടായിരിക്കും, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതാണ് രാജ്യസഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നതാണ് ലോക്സഭ. അപ്പോൾ ഇവയെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. ഇൻ വിച്ച് ഡേറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് തീയതിയിലാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് നൽകുകയും ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഇനാക്ട് ചെയ്തത്, അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ആൻസർ 1949 നവംബർ 26 അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കാണുന്ന ഏക തീയതി എന്ന് പറയുന്നതും 26 നവംബർ 1949 ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് അന്നാണ്, ജനുവരി 26, 1950. അപ്പോൾ ഈ രണ്ട് ഫാക്റ്റുകളും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 7. After a money bill has been passed by the House of the People, it shall be transmitted to the Council of States for its recommendation. At what time within which it shall be returned to the House of the People by the Council of States from the date of receipt of bill? ഒരു മണി ബിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ പാസ്സാക്കിയതിനു ശേഷം അത് അതിൻ്റെ ശുപാർശയ്ക്കായി സംസ്ഥാന കൗൺസിലിന് കൈമാറും. ബില്ല് ലഭിച്ച തീയതി മുതൽ ഏത് സമയത്താണ് അത് ഹൗസ് ഓഫ് ദ പീപ്പിൾസിന് സ്റ്റേറ്റ് കൗൺസിൽ തിരികെ നൽകേണ്ടത്? അപ്പോൾ ആൻസർ 14 days. അപ്പോൾ നമുക്കറിയാം ഈ മണി ബില്ല് എന്ന് പറയുന്നത് രാജ്യസഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന പരമാവധി ദിവസം എന്ന് പറയുന്നത് 14 ദിവസമാണ്. അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് അത് ലോക്സഭയിലേക്ക് തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി
നിങ്ങൾ PSCയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മണി ബിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ലോക്സഭ ബില്ല് പാസ്സാക്കിയതിന് ശേഷം ജസ്റ്റ് 14 ഡേയ്സിൽ അത് രാജ്യസഭയിലേക്ക് കൈമാറുന്നതായിരിക്കും. തിരിച്ച് രാജ്യസഭ ആ ബില്ല് ലോക്സഭയിലേക്ക് കൈമാറേണ്ടതുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ 8 ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 9, വാട്ട് ആർ ദ 3 E's ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിൻ്റെ 3 Eകൾ ഏതൊക്കെയാണ്? ഇത് വളരെയധികം റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻട്രൊഡക്ഷൻ്റെ പേപ്പറിൽ ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, എക്കണോമി, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. അപ്പോൾ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫോർ ദ വെരിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ടു ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് ടെക്നിക്കൽ എറേഴ്സ്. അതിനാണ് പ്രധാനമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഓഡിറ്റ് ചെയ്യാനായിട്ടൊരു ഓഡിറ്റ് ബോർഡൊക്കെ ഉണ്ട്. ഇന്റേണൽ മെക്കാനിസം ഓഫ് ദ ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഓഡിറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് ബോർഡാണ് ഫോർ കോംപ്രഹെൻസീവ് അപ്രൈസൽ ഓഫ് കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഓഫ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വാട്ട് ആർ ദ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ഓഫ് എ ഡെമോക്രസി? ജനാധിപത്യത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷത എന്താണ്? ആൻസർ, അക്കൗണ്ടബിലിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ടു ദ ലെജിസ്ലേച്ചർ. നിയമസഭയിലേക്കുള്ള ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം. ഹു വിൽ ബി എൻട്രസ്റ്റഡ് ടു ദ ഡ്യൂട്ടീസ് of the Chief Justice of India if it falls vacant or by reason of his absence or unable to perform his duties of his office? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ചുമതലകൾ ഒഴിഞ്ഞു കിടക്കുകയോ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മൂലമോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ ആരെയാണ് ചുമതലപ്പെടുത്തുക? ആൻസർ, performed by one of the other judge of the Supreme Court as the President may appoint for the purpose. ഈ ആവശ്യത്തിനായി രാഷ്ട്രപതി നിയമിച്ചേക്കാവുന്ന സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരിൽ ഒരാൾ നിർവഹിക്കുന്നു. Lunacy and mental deficiency including places for the reception of treatment of lunatics and mental deficiencies comes under. ഭ്രാന്തന്മാരെയും മാനസിക വൈകല്യങ്ങളെയും സ്വീകരിക്കുന്നതിനോ ചികിത്സിക്കുന്നതിനോ ഉള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്നവയുള്ള ഭ്രാന്തും മാനസിക വൈകല്യവും ഇനി പറയുന്നവയിൽ ഉൾപ്പെടുന്നു. ആൻസർ, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ മെൻ്റൽ പേഷ്യൻസും അവരുടെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് സ്റ്റേറ്റിനും യൂണിയൻ ഗവൺമെൻറ്റിനും ഈക്വൽ അധികാരമായിരിക്കും ആ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇക്കാര്യം കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ യൂണിയൻ്റെ അധികാരത്തിൽപ്പെടുന്ന ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ പെടുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഹു പ്രിപ്പേഴ്സ് ദ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്? സംസ്ഥാനത്തിൻ്റെ ധനകാര്യ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ, അക്കൗണ്ടന്റ് ജനറൽ A&E. ദ സ്കോപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ് എൻകോമ്പസസ് ഫോളോയിങ് എലമെൻറ്റ്സ്. സ്റ്റേറ്റ് ഓഡിറ്റിൻ്റെ വ്യാപ്തി ഇനി പറയുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ആൻസർ, ഓപ്ഷൻ A ആണ് 1 and 2. ദാറ്റ് മീൻസ് ഫിസിക്കൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റിയും പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റിയും. ഈ രണ്ടും ഇതിൻ്റെ ആൻസേഴ്സാണ്. അതായത് സാമ്പത്തിക ഉത്തരവാദിത്തവും മാനേജീരിയൽ ഉത്തരവാദിത്തവും അതുപോലെ പ്രോഗ്രാം ഉത്തരവാദിത്തവും എല്ലാം സ്റ്റേറ്റ് ഓഡിറ്റിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഹു ഈസ് ദ അതോറിറ്റി competent to appoint the Attorney General of India to give advice to the Government of India on legal matters? നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഉപദേശം നൽകാൻ ഇന്ത്യൻ അറ്റോർണി ജനറലിനെ നിയമിക്കാൻ അധികാരമുള്ള അധികാരി ആരാണ്? ആൻസർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതി. To whom does the Union Public Service Commission submit its annual report for being laid before each House of Parliament? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ആർക്കാണ്? ആൻസർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് മുമ്പിലാണ് UPSC അതിൻ്റെ വാർഷിക റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. Under which schedule the languages recognized by the Constitution are included? ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങളെല്ലാം PSCയിൽ പഠിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും ഇത്. നമ്മുടെ ഭാഷകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് 8ാമത്തെ ഷെഡ്യൂളിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 8th ഷെഡ്യൂളിൽ മൊത്തം 22 ഭാഷകളാണ് 8th ഷെഡ്യൂളിലുള്ളത്. 7th ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക.
നോ ഡിമാൻഡ് ഫോർ എ ഗ്രാൻഡ് ഷാൾ ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷിയുടെ ശുപാർശയില്ലാതെ ഗ്രാൻഡിനായി ഒരു ആവശ്യം ഉന്നയിക്കുന്നതല്ല. ആൻസർ ഗവർണർ. ഗവർണറുടെ ശുപാർശയില്ലാതെ ഗ്രാൻഡിനായിട്ട് ഒരു ആവശ്യവും ഉന്നയിക്കുന്നതല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആസ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് അൺലെസ് ഹീ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഡാഷ് ഒരു ഇന്ത്യൻ പൗരനല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് യോഗ്യതയില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് മീൻസ് ഹാസ് ഫോർ അറ്റ്ലീസ്റ്റ് 10 years ഹെൽഡ് എ ജുഡീഷ്യൽ ഓഫീസ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഹാസ് ഫോർ അറ്റ്ലീസ്റ്റ് 10 years ബീൻ ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് 2 or more സച്ച് കോഴ്സ് ഇൻ സക്സഷൻ. ഇവ രണ്ടും ഇതിൻ്റെ ആൻസേഴ്സ് ആണ്. അതായത് ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ഇന്ത്യയുടെ പ്രദേശത്ത് ഒരു ജുഡീഷ്യൽ ഓഫീസ് വഹിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ അത്തരം 2 or അതിലധികമോ കോടതികളുടെ തുടർച്ചയായി അഭിഭാഷകനായിരുന്ന വ്യക്തിക്കാണ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിക്കാനായിട്ട് യോഗ്യത ഉണ്ടാവുക എന്ന കാര്യം അറിഞ്ഞിരിക്കുക. The accountant of annual receipts for the year together with the financial results disclosed by the revenue and capital accounts, the accounts of public debit and liability and assets of the government as worked out from the balances recorded in the account are shown in the റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തിയ സാമ്പത്തിക ഫലങ്ങളും പൊതുകടത്തിൻ്റെയും ബാധ്യതകളുടെയും അക്കൗണ്ടുകളും അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാലൻസുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ആസ്തികളും ഒരു വർഷത്തേക്കുള്ള വാർഷിക വരവുകളുടെ അക്കൗണ്ട് താഴെ പറയുന്നവയിൽ കാണിക്കുന്നു. ആൻസർ ഫിനാൻസ് അക്കൗണ്ട്. ഫിനാൻസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. The state shall provide free and compulsory education to all children at the age of സംസ്ഥാനം ഡാഷ് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകും. അപ്പോൾ നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകി വരുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. The economy and efficiency with which various development programs and schemes are implemented and program results achieved are also checked in which audit? വിവിധ വികസന പരിപാടികളും സ്കീമുകളും നടപ്പിലാക്കുകയും പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയും കാര്യക്ഷമതയും ഏത് ഓഡിറ്റിലാണ് പരിശോധിക്കുന്നത്? അപ്പോൾ ഓഡിറ്റിൻ്റെ വിവിധതരം ടൈപ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലോക്കൽ ഓഡിറ്റ് ആണ്. അപ്പോൾ ലോക്കൽ ഓഡിറ്റിലാണ് വിവിധ വികസന പരിപാടികളും സ്കീമുകളെല്ലാം നടപ്പിലാക്കുന്നതും പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയും കാര്യക്ഷമതയും എല്ലാം പരിശോധിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ സെൻട്രൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഓഡിറ്റ് ഉണ്ട്. സെൻട്രൽ ഓഡിറ്റ് എന്ന് പറയുന്നത് റെഗുലാരിറ്റി ഓഡിറ്റിൻ്റെയും പ്രൊപ്രൈറ്ററി ഓഡിറ്റിൻ്റെയും മിശ്രിതമാണെന്ന കാര്യം മനസ്സിലാക്കുക. റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്വാസി ജുഡീഷ്യൽ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്ന ഓഡിറ്റാണ് റെഗുലാരിറ്റി ഓഡിറ്റ്. പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത് ടു എൻഷുറിംഗ് ദ എത്തിക്കൽ ആൻഡ് ജസ്റ്റിഫൈഡ് സ്പെൻഡിങ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. റിക്കവറീസ് ഓൺ അക്കൗണ്ട് ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻസ് എഫക്റ്റഡ് ഫ്രം അതർ ഗവൺമെൻറ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് മറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്ന് പ്രാബല്യത്തിൽ വന്ന പെൻഷനുകളുടെ കമ്മ്യൂട്ടഡ് മൂലമുള്ള വീണ്ടെടുക്കൽ ഇതായി കണക്കാക്കണം. ആൻസർ ഡിഡക്ഷൻസ് ഫ്രം എക്സ്പെൻഡിച്ചർ. ചെലവിൽ നിന്നുള്ള കിഴിവുകൾ. Pension payment order is not issued more than dash in advance of the date on which the officer is due to retire. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഓഫീസർ വിരമിക്കേണ്ട തീയതിക്ക് ഡാഷിൽ മുൻകൂറായി നൽകേണ്ടതില്ല. ആൻസർ എ ഫോർട്ട്നൈറ്റ്. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഓഫീസർ വിരമിക്കേണ്ട തീയതിക്ക് 2 ആഴ്ചയിൽ കൂടുതൽ മുൻകൂറായിട്ട് നൽകേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. സെൻട്രൽ ഓഡിറ്റ് ഈസ് ബൈ ആൻഡ് ലാർജ്. സെൻട്രൽ ഓഡിറ്റ് വലിയ ഡാഷ് ആണ്. ആൻസർ റെഗുലാരിറ്റി ആൻഡ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. റെഗുലാരിറ്റിയും പ്രൊപ്രൈറ്ററി ഓഡിറ്റുമാണ്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. സെൻട്രൽ ഓഡിറ്റിൻ്റെ 2 വിഭാഗമാണ് റെഗുലാരിറ്റി ആൻഡ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്വാസി ജുഡീഷ്യൽ ക്യാരക്ടർ എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ പ്രൊപ്രൈറ്ററി ഓഡിറ്റിലാണ് എൻഷുറിംഗ് ദ എത്തിക്കൽ ആൻഡ് ജസ്റ്റിഫൈഡ് സ്പെൻഡിങ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. വകുപ്പ് തല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യത്തിൻ്റെയും ആൻസേഴ്സിൻ്റെയും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ 31 സെറ്റ് പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. അതേപോലെ കേരള സർവീസ് റൂൾസ്, കേരള ഫിനാൻഷ്യൽ കോഡ്, കേരള ട്രഷറി കോഡ് എന്നിവയുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് എന്നിവയുടെയും അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും മുൻകാവശ്യ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സെറ്റ് എന്ന് പറയുന്നത് അതിൽ 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും. വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താനാകും എന്ന് കരുതുന്നു. എക്സാം ഹാളിൽ നിങ്ങൾക്ക് ധാരാളം സമയം സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ടൂൾസ് ആൻഡ് പ്ലാൻ ചാർജസ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിവിഷൻസ് ആർ പ്ലാൻഡ് ഫസ്റ്റ് പ്ലേസ് ബുക്ക്ഡ് അണ്ടർ എ സിംഗിൾ ഡാഷ് ഹെഡ് സബ്ജക്ട് ടു ഫൈനൽ അപ്രോപ്രിയേഷൻ അമോങ് ദ സെവറൽ ഡാഷ് ഹെഡ്സ് കൺസേൺ. പൊതുമരാമത്ത് ഡിവിഷനുകളുടെ സ്ഥാപനവും ഉപകരണങ്ങളും പ്ലാന്റ് ചാർജുകളും ഒരൊറ്റ ഡാഷ് ഹെഡിന് കീഴിലാണ് ബുക്ക് ചെയ്യുന്നത്. ബന്ധപ്പെട്ട നിരവധി ഡാഷ് ഹെഡിനിടയിൽ അന്തിമ വിഭജനത്തിന് വിധേയമായി. ആൻസർ മേജർ ആൻഡ് മേജർ. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള മേജർ ഹെഡിനെയും സെവറൽ ആയിട്ടുള്ള മേജർ ഹെഡിനും ഇടയിലാണ് പൊതുമരാമത്ത് ഡിവിഷനുകളുടെ സ്ഥാപനവും ഉപകരണങ്ങളും പ്ലാൻ ചാർജുകളും എല്ലാം ബുക്ക് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. The rules and orders issued by the Kerala government on such matters and those of local interest which are not consistent with the basic principles laid down by the C&AG are incorporated as dash in the relevant articles. ഇത്തരം കാര്യങ്ങളിൽ കേരള സർക്കാർ പുറപ്പെടുവിച്ച നിയമങ്ങളും ഉത്തരവുകളും C&AG നിഷ്കർഷിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളുമായി പൊരുത്തപ്പെടാത്ത പ്രാദേശിക താൽപ്പര്യമുള്ളവയും പ്രസക്തമായ ലേഖനങ്ങളിൽ ഡാഷുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ആൻസർ ലോക്കൽ റൂളിങ്സ്, പ്രാദേശിക നിയമങ്ങൾ. വിത്തൗട്ട് ഓഡിറ്റ് നോ അക്കൗണ്ടബിലിറ്റി, വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റി നോ കൺട്രോൾ, ഹൂ സ്റ്റേറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ഓഡിറ്റ് ഇല്ലാതെ ഉത്തരവാദിത്തമില്ല, ഉത്തരവാദിത്തമില്ലാതെ നിയന്ത്രണമില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ആൻസർ EL നോർമാൻഡൻ. EL നോർമാൻഡൻ്റെ കോട്ടാണിത്. വിത്തൗട്ട് ഓഡിറ്റ് നോൺ അക്കൗണ്ടബിലിറ്റി, വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റി നോ കൺട്രോൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. When any land or building is transferred from one service department to another under the Kerala government, the transfer should. കേരള സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഭൂമിയോ കെട്ടിടമോ ഒരു സേവന വകുപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ കൈമാറ്റം. ആൻസർ ബി മെയ്ഡ് ഫ്രീ ഓഫ് ചാർജ്, കൈമാറ്റം സൗജന്യമായിരിക്കും. മാൻഡമസ്, കോ വാറൻറ്റോ ആർ ദ നെയിംസ് ഓഫ്. മാൻഡമസ്, കോ വാറൻറ്റോ എന്നിവ ഡാഷിൻ്റെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്കിത് PSCയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാൻഡമസ്, കോ വാറൻറ്റ് എന്നൊക്കെ പറയുന്നത് റിട്ടുകളുടെ പേരുകളാണ്. മാൻഡമസ്, കോ വാറൻറ്റ്, സെർഷ്യോറാറി, പ്രോഹിബിഷൻ, അങ്ങനെ പലതരം റിട്ടുകളുണ്ട്. മെയിനായിട്ട് കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. In which of the courts the Attorney General of India shall have the right of audience in the performance of his duties? ഏത് കോടതിയിലാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പ്രേക്ഷകരുടെ അവകാശം? അപ്പോൾ അറ്റോർണി ജനറലിനെ ഏത് കോർട്ടായിട്ടാണ് ബന്ധം എന്നാണ് ചോദ്യം. അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഓൾ കോർട്സ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യയിലെ അദ്ദേഹത്തിന് കൺട്രോൾ ഉണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ അഡ്വക്കേറ്റ് ജനറലിനെ സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ കോടതികളിലും അധികാരമുണ്ടായിരിക്കും എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് കേന്ദ്രത്തിലും അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തായിരിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ സ്റ്റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ കൗൺസിലിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ആകെ എണ്ണം നിയമസഭയിലെ മൊത്തം അംഗങ്ങളുടെ ഡാഷ് ശതമാനത്തിൽ കൂടരുത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ ടോട്ടൽ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കൂടെ 15% 15%-നേക്കാൾ മേലെ ആവാൻ പാടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഹൗ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ റൈസ് മണി ബൈ ബോറോയിങ്സ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ എങ്ങനെ കടമെടുത്ത് പണം സ്വരൂപിക്കാം? ആൻസർ ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏകീകൃത ഫണ്ടിൻ്റെ സുരക്ഷയിൽ. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ,
അതുപോലെ പബ്ലിക് അക്കൗണ്ട്, ഇവ തമ്മിൽ ധാരാളം ചോദ്യങ്ങൾ എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നതാണ് ഓൾ റവന്യൂസ് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ മണി ക്യാൻ ബി വിഡ്രോൺ ഓൺലി ബൈ പാസിംഗ് അപ്രോപ്രിയേഷൻ ബില്ലാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 267 267 ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നതാണ് അൺആൻറ്റിസിപ്പേറ്റഡ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ആർ മെറ്റ് എന്ന് പറയുന്നത്. ഇത് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഈ പബ്ലിക് അക്കൗണ്ടാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ടു GPF ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ അക്കൗണ്ട് ഇരിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ PF കാര്യങ്ങളൊക്കെ വരുന്നത് പബ്ലിക് അക്കൗണ്ടിലായിരിക്കും. ആകസ്മികമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്നത് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നായിരിക്കും. അതുപോലെ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് ഗവൺമെൻറ് ലഭിക്കുന്ന എല്ലാ റവന്യൂസും ക്രെഡിറ്റ് ആവുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. വാട്ട് ഈസ് ദ അമൗണ്ട് ചാർജ്ഡ് ഓൺ ദ ആൻഡ് പെയ്ഡ് ഔട്ട് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എവറി ഇയർ ടു ദ ട്രാവൻകൂർ ദേവസ്വം ഫണ്ട്? തിരുവിതാംകൂർ ദേവസ്വം ഫണ്ടിലേക്ക് എല്ലാ വർഷവും കേരള സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ടിൽ നിന്ന് ഈടാക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന തുക എത്രയാണെന്നാണ് ചോദ്യം. ഇത് കേരള അക്കൗണ്ട് കോഡ് വോളിയം വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലെത്താവുന്നതാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 റെഫർ ചെയ്താൽ മതി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 46,50,000 rupees, 46,50,000 രൂപ. There shall be equality of opportunity for all citizens in matters of relating to ഡാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉണ്ടായിരിക്കും. ആൻസർ എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ്, തൊഴിൽ അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉണ്ടായിരിക്കുന്ന കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഹൗ ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് സെലക്റ്റഡ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആൻസർ എലക്റ്റഡ് ബൈ ദ കൗൺസിൽ മെമ്പേഴ്സ്, കൗൺസിൽ അംഗങ്ങൾ ചേർന്നിട്ട്. അതായത് രാജ്യസഭയുടെ ഹെഡ് എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും, വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. വൈസ് പ്രസിഡന്റ് താഴെ വരുന്നതാണ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെല്ലാം കൂടി ചേർന്നായിരിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഹു അപ്പോയിൻറ്റ്സ് എ മെമ്പർ ഓഫ് ദ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ദ സ്റ്റേറ്റ്? സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ ആരാണ് നിയമിക്കുന്നത്? ആൻസർ ഗവർണർ. അതുപോലെ UPSCയുടെ അംഗങ്ങളെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഡാഷ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോറം അറ്റ് ഇറ്റ്സ് മീറ്റിംഗ്? ചരക്ക് സേവന നികുതി കൗൺസിലിലെ മൊത്തം അംഗങ്ങളുടെ ഡാഷ് അതിൻ്റെ മീറ്റിങ്ങിൽ കോറം രൂപീകരിക്കും. ആൻസർ 50%, 50% ആൾക്കാരെങ്കിലും വേണം നമുക്ക് ചരക്ക് സേവന നികുതി കൗൺസിലിലെ കോറം ഫില്ല് ചെയ്യാനായിട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സച്ച് റെസൊല്യൂഷൻ ഹാസ് ടു ബി പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഡാഷ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്? ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ അത്തരം പ്രമേയം സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഡാഷ് ഭൂരിപക്ഷത്തിൽ പാസ്സാക്കേണ്ടതാണ്. ആൻസർ നോട്ട് ലെസ് ദാൻ 2/3, 2/3 കുറയാത്ത ഭൂരിപക്ഷത്തിലെ പ്രമേയം പാസ്സാക്കേണ്ടതാണെന്ന കാര്യം അറിഞ്ഞിരിക്കുക. വാട്ട് പർപ്പോർട്സ് ടു ബി ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ ബുക്സ് ഓഫ് ദ ഓഫീസർ ഹു ഡിസ്പാച്ച് ഇറ്റ് ആൻഡ് ടു ഷോ ദ അമൗണ്ട് ഹി ഹാസ് പാസ്ഡ് ടു ദ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ദ അതർ പാർട്ടി ടു ദ അക്കൗണ്ട്? അത് അയക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ബുക്കുകളിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണെന്നും അയാൾ അക്കൗണ്ടിലേക്ക് മറ്റേ കക്ഷിയുടെ ഡെബിറ്റിലേക്കോ ക്രെഡിറ്റിലേക്കോ കൈമാറിയ തുക കാണിക്കണമെന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ അക്കൗണ്ട് കറൻറ്റ്. അക്കൗണ്ട് കറൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദ അക്കൗണ്ട്സ് റിട്ടേൺ ഓഫ് ബൈ ദ അക്കൗണ്ടന്റ് ജനറൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആനുവലി ബൈ? അക്കൗണ്ടന്റ് ജനറൽ എഴുതിത്തള്ളുന്ന തുകകൾ ഓരോ വർഷവും ഡാഷിന് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് റിപ്പോർട്ട് ചെയ്യണം. ആൻസർ നവംബർ 10, നവംബർ 10 ഇന്ത്യയുടെ CAG-ക്ക് റിപ്പോർട്ട് ചെയ്യണം. വാട്ട് ഈസ് ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് ടു സെക്യൂർ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ? ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന ഉപകരണം ഏതാണ്? ആൻസർ ഓഡിറ്റ്. ഓഡിറ്റ് ആണ് മെയിൻ ഇൻസ്ട്രുമെൻറ്റ് ടു
സെക്യൂർ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് എക്സെട്ര ആർ ദ റെസിപ്റ്റ്സ് ഓഫ്. കസ്റ്റംസ് തീരുവകൾ, എക്സൈസ് തീരുവ മുതലായവ ഇവയുടെ വരവുകളാണ്. ആൻസർ യൂണിയൻ ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ യൂണിയൻ ഇൻഡയറക്റ്റ് ടാക്സിൽ പെടുന്നതാണ് കസ്റ്റംസ് ഡ്യൂട്ടീസും എക്സൈസ് ഡ്യൂട്ടീസും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. എ ലോസ് ഓഫ് ക്യാഷ് വിച്ച് ഈസ് റിട്ടേൺ ഓഫ് അണ്ടർ ദ ഓർഡേഴ്സ് ഓഫ് ദ കോമ്പറ്റൻറ്റ് അതോറിറ്റി ഷുഡ് ബി ഡെബിറ്റഡ് ആസ് എ ഡാഷ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ. ഒരു കോമ്പറ്റൻറ്റ് അതോറിറ്റിയുടെ ഉത്തരവുകൾ പ്രകാരം എഴുതിത്തള്ളുന്ന പണത്തിൻ്റെ നഷ്ടം ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ഡാഷായി ഡെബിറ്റ് ചെയ്യണം. ആൻസർ കണ്ടിൻജൻറ്റ് ചാർജ്. After a pension has been drawn for some time, if the pensioner decides a change of place of payment within the same audit circle, it can be done by the. കുറച്ച് സമയത്തേക്ക് പെൻഷൻ എടുത്ത ശേഷം പെൻഷൻകാരൻ അതേ ഓഡിറ്റ് സർക്കിളിനുള്ളിൽ പേയ്മെൻറ്റ് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഡാഷ് വഴി ചെയ്യാവുന്നതാണ്. ആൻസർ എഒ പെൻഷൻ ഓർ ടിഒ കൺസേൺ. എഒ പെൻഷൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ടിഒ. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ആൻസർ ടു സെക്യൂർ റിയൽ വാല്യൂ ഫോർ ദ ടാക്സ് പേയേഴ്സ് മണി. നികുതിദായകൻ്റെ പണത്തിന് യഥാർത്ഥ മൂല്യം ഉറപ്പാക്കലാണ് ഓഡിറ്റിൻ്റെ ലക്ഷ്യം. ദ ട്രാവലിംഗ് അലവൻസ് ഓഫ് ദ ഓഫീസർ paid from the general revenues when travelling on duty connected with a local fund may be charged to which fund? ഒരു പ്രാദേശിക ഫണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ജനറൽ റവന്യൂവിൽ നിന്ന് അടയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ യാത്രാ അലവൻസ് ഏത് ഫണ്ടിൽ ഈടാക്കാം? ആൻസർ ലോക്കൽ ഫണ്ട്, പ്രാദേശിക ഫണ്ടിൽ നിന്ന് ഈടാക്കാം. ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസസ് ഓർ sumptuary allowances will include entertainment allowances of high dignitaries etc. If so, the expenditure on refreshments served on interdepartmental meetings, conferences etc. will be recorded under which head of account? ഹോസ്പിറ്റാലിറ്റി ചെലവുകൾ സ്പാച്വറി അലവൻസുകളിൽ ഉയർന്ന വിശിഷ്ട വ്യക്തികളുടെ വിനോദ അലവൻസുകൾ ഉൾപ്പെടും. അങ്ങനെയെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ മുതലായവയിൽ വിളമ്പുന്ന റിഫ്രഷ്മെൻറ്റുകൾക്കുള്ള ചെലവ് ഏത് അക്കൗണ്ടിൻ്റെ കീഴിലാണ് രേഖപ്പെടുത്തുക? ആൻസർ ഓഫീസ് എക്സ്പെൻസസ്, ഓഫീസ് ചെലവുകൾ. ബാറ്റ ടു വിറ്റ്നസ്, റിവാർഡ്സ് ഫോർ ഡിസ്റ്റിങ്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, ചാർജസ് ആസ് കോസ്റ്റ് ഓഫ് ലിവറീസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടിൻജൻസീസ്? സാക്ഷ്യം വഹിക്കാനുള്ള ബാറ്റ, വന്യമൃഗങ്ങളെ വേർതിരിക്കുന്നതിനുള്ള പ്രതിഫലം, ലിവറുകളുടെ വിലയായി ഈടാക്കുന്നത് തുടങ്ങിയവ ഏത് തരത്തിലുള്ള ആകസ്മികതയുടെ ഉദാഹരണങ്ങളാണ്? ആൻസർ സ്കെയിൽ റെഗുലേറ്റഡ് കണ്ടിൻജൻസീസ്, സ്കെയിൽ നിയന്ത്രിത ആകസ്മികതകൾ. വാട്ട് ആർ ദ എൻഡ് പ്രൊഡക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ടിംഗ്? ഗവൺമെൻറ് അക്കൗണ്ടിംഗ് മേഖലയിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ മന്ത്ലി അക്കൗണ്ട്സ് ആൻഡ് ദ ആനുവൽ അക്കൗണ്ട്സ്, പ്രതിമാസ അക്കൗണ്ടുകളും വാർഷിക അക്കൗണ്ടുകളും. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിലായിട്ട് ബന്ധപ്പെട്ട് 2025 ജനുവരി വിജ്ഞാനപ്രകാരം നടന്ന ചോദ്യങ്ങളുടെ ആദ്യത്തെ പാർട്ട്. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളെല്ലാം കൂട്ടുകാരെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി PSCയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിതെറ്റി എടുക്കുക. പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പുസ്തകത്തിൽ നിന്ന് നേരിട്ട് ഇൻഡെക്സ് നോക്കി എഴുതാവുന്ന ധാരാളം ചോദ്യങ്ങളും എക്സാമിന് ചോദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം എക്സാം ഹാളിൽ എല്ലാവരും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കൂട്ടുകാർ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.